ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ശ്രീകുട്ടൻ്റെയും ശ്രീകുട്ടയുടെയും വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഒരുപാട് ടോയ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഓരോ ബോക്സുകളിലാക്കി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. ഇത് അവർ ശ്രീകുട്ടൻ ചെറിയ കുഞ്ഞപ്പം വാങ്ങിയത് മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ ആ ഒരു ടോയ്സ് വരെ അവരിതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും അവർ കളയില്ല, എല്ലാം സൂക്ഷിച്ച് വെക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വാങ്ങേണ്ടി വരുന്നില്ല. പഴയ ഒരുപാട് ടോയ്സൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവരുടെ ആ ഒരു കളിക്കേണ്ട സമയമാകുമ്പോൾ അവരതെടുത്ത് കളിക്കുകയാണ് ചെയ്യാറുള്ളത്. ശ്രീകുട്ടൻ ഇപ്പോൾ 7ാം ക്ലാസ്സിലായെങ്കിലും ആ ഒരു കുട്ടിത്വമൊന്നും ഇതുവരെ വിട്ട് മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇതുപോലെ ടോയ്സൊക്കെ എടുത്ത് ശ്രീകുട്ടിയുടെ കൂടെ കളിക്കും. ശ്രീകുട്ടി പിന്നെ UKGയിലായതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോക്സിൽ അവൾ ബാഗുകളാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഓരോ പ്രാവശ്യം പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ബാഗുകൾ ഇങ്ങനെ വാങ്ങിപ്പിക്കും കേട്ടോ. ഇപ്പോൾ ആദ്യം കാണിച്ചത് ഈ അടുത്ത കാലത്ത് വാങ്ങിയ ബാഗുകളാണ്. ഇതൊക്കെ കുറച്ച് പഴയതാണ്, എന്നാലും അത് കളയില്ല കേട്ടോ. അതിൻ്റെ സിബൊക്കെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നാലും അത് അവൾ സൂക്ഷിച്ച് വെക്കും. ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ചിലത് മാച്ചായിട്ടുള്ളതായിരിക്കും ഇടുന്നത്. എന്നാലും ഇതുപോലെ ഒരു ബാഗ് അവർക്ക് എപ്പോഴും ഒരു നിർബന്ധമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗാണ് കേട്ടോ ഇത്. ഈ കണ്ണ് ചിമ്മിയും തുറക്കുകയും ചെയ്യുന്ന ഈ ഒരു ബാഗാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ ഒരു ബാഗിലാണ് അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് പിന്നെ ശ്രീകുട്ടൻ്റെ കളിപ്പാട്ടാണ്, ടോയ്സാണ്. കുറച്ച് ചെറിയപ്പോൾ വാങ്ങിയതാണ്, എന്നാലും അത് ഒന്നും കേടുവരുത്താണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ടൂൾസാണ്. പിന്നെ ഇതിൽ ശ്രീകുട്ടി വെച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു ഒരു വാവ പോലത്തെ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. അതിനൊരു തൊട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണാതാവണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. കളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ തന്നെ വെക്കും കേട്ടോ. പിന്നെ ഇതിൽ വേറെന്തോ ആനിമൽസോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ അത് ഞാനിങ്ങനെ ചീത്ത പറയുന്നതായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിൽ അവളത് ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കളിച്ച് കഴിഞ്ഞ ഉടനെ അത് ഇതിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ടോയ്സാണ്, ആ ഒരു ബബിൾസാണ്. അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മുമ്പ് നമ്മൾ വാങ്ങുന്നത് ആ ഒരു ഇങ്ങനെ ഫാനൊക്കെ ഉള്ള പോലത്തെ ഒരു മോഡലാണ്. അതിൽ കുറച്ച് ബബിൾസ് മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇതിൽ ഒരു പ്രാവശ്യം മുക്കുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് ഇങ്ങനെ വരും. അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ ശ്രീകുട്ടൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് ആനിമൽസാണ്. ഇതിൽ ആ ഡൈനോസേഴ്സ് മാത്രമാണ് കേട്ടോ. പല കളറിലുള്ള ഡൈനോസേഴ്സാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കവറിൽ പലതരത്തിലുള്ള ആനിമൽസാണ്. ഇത് ചെറുപ്പത്തിൽ വാങ്ങിയതാണ്, പക്ഷെ ഒന്നുപോലും കളയാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാളും എന്തോ ഒരു ചാർട്ട് പേപ്പറിൽ കളങ്ങളൊക്കെ വരച്ചിട്ട് എന്തൊക്കെയോ കളികൾ ഇതിനുകൊണ്ട് കളിക്കുന്നത് കാണാം കേട്ടോ. അത് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. കളിച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു ബോക്സിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ് രണ്ടാളും ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോ ആനിമൽസിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ശ്രീകുട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. ഡോക്ടേഴ്സ് കിറ്റ് ഉണ്ടല്ലോ, ഇത് മിക്കവാറും എല്ലാ കുട്ടികളുടെ വീട്ടിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീകുട്ടി ഇത് കിട്ടിയാൽ പിന്നെ കുറേ നേരം അതുകൊണ്ട് ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ, പാവക്കുട്ടീനെ ഇങ്ങനെ. അപ്പോൾ ശ്രീകുട്ടൻ വന്നിട്ട് പാവക്കുട്ടീനെ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിക്കുന്ന പോലെ വരും. അപ്പോൾ ശ്രീകുട്ടി എന്താക്കുന്ന വെച്ചാൽ പാവക്കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പരിശോധിക്കും. അതൊക്കെ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമാണ്, ഇവരുടെ കളികളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനം കൊണ്ട് അവർ കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ല. ഇത് കളിക്കാതെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കളയുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് അല്ലേ. അതിന് എത്ര പൈസ കൊടുത്ത് വാങ്ങിയതാണെന്നുള്ളൊരു ടെൻഷൻ വരും. പക്ഷെ അതുകൊണ്ട് കളിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു രസമാണ്. നമ്മുടെ ആ കുട്ടിക്കാലം നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ പാവക്കുട്ടിക്ക് പനിയാണ്. ഇത് തെർമോമീറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മരുന്ന് കൊടുക്കുന്നത്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ സമയം നമ്മളിങ്ങനെ നോക്കിയിരുന്നോ അല്ലേ ഇവരെ കളികൾ കാണുന്ന സമയത്ത്. പിന്നെ ഇത് ശ്രീകുട്ടൻ്റെ JCB ആണ്. ശ്രീകുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറഞ്ഞാൽ JCB ആണ്. അത് എവിടെ കണ്ടാലും വാങ്ങാൻ പറയും കേട്ടോ. ഇതിപ്പം വാങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതെടുത്ത് ഇങ്ങനെ കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും അവന് ഈ JCB കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഹരമാണ്.
പക്ഷെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഇത്ര പ്രായമായിട്ട് കളിക്കണം എന്നൊക്കെ വിചാരിക്കും. എന്നാലും ഞാനിങ്ങനെ ചില സമയത്ത് ആലോചിക്കും ഈ ഒരു പ്രായം ഇപ്പോഴല്ലേ കിട്ടൂ, പിന്നെ ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ പിന്നെ അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. ഇപ്പോൾ പിന്നെ 7ാം ക്ലാസ്സിലായതേ ഉള്ളൂ. എന്നാലും ശ്രീകുട്ടിയുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകും കേട്ടോ. അല്ലാത്ത സമയത്ത് ഇതുപോലെ ശ്രീകുട്ടിയുടെ കൂടെ ഇങ്ങനെ കളിച്ചോളും. അപ്പോൾ രണ്ടാളും കൂടി ആകുമ്പോൾ ചില സമയത്ത് ഒച്ചപ്പാടും ബഹളമൊക്കെ ആവും. അല്ലെങ്കിൽ പിന്നെ അവരിതുപോലെ ഇങ്ങനെ വണ്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ സമയം അതുകൊണ്ട് ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമില്ല. പിന്നെ ഇതിലാണ് ശ്രീകുട്ടിയുടെ ഒരുപാട് ഐറ്റംസ് ഇതിലാണ് വെച്ചിട്ടുള്ളത്. മിക്കവാറും എല്ലാ പെൺകുട്ടികളുടെ കയ്യിലുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കില്ലേ കിച്ചൺ സെറ്റ്. ഇതൊരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇതൊക്കെ ശ്രീകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കുറേ നേരം ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ. കുറേ എൻ്റെ അടുക്കളയിൽ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കളിച്ച് കഴിഞ്ഞാൽ വേഗം തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യൽ. പിന്നെ കുറേ ഇതിൽ നിന്ന് വാങ്ങിയതും ഉണ്ട്. കുറേ ആ ഒരു ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾസൊക്കെ വാങ്ങിയതാണ്. കളിപ്പാട്ടം തന്നെയാണ് അത്, അടുക്കളയിൽ നിന്ന് എടുത്തതല്ല. അങ്ങനെ ശ്രീകുട്ടി അതൊക്കെ അവിടെ നിരത്തി വെച്ച് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഒന്ന് കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ടായിരുന്നു. മണ്ണ് പുറത്ത് കൊണ്ടുപോയി കളിക്കുമ്പോൾ ഞാനിങ്ങനെ ചീത്ത പറയും, പട്ടം ഫുള്ള് മണ്ണൊക്കെ ആക്കുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി കൊടുത്തതാണ്. ഇനി പുറത്ത് കൊണ്ടുപോയി കളിക്കേണ്ട, ഉള്ളിൽ നിന്ന് കൊണ്ടുപോയി കളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഈട വെച്ചിരുന്നിട്ട് എല്ലാം ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഒറ്റക്കന്നെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കളിച്ചോളൂ. അത് കാണാൻ ഞാൻ ഇങ്ങനെ ദൂരത്ത് നിന്ന് ഞാൻ നോക്കുന്നുണ്ട് എന്നുള്ള ചില സമയത്ത് അവർ കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കളിയും നടക്കും. വെറുതെ ഒന്ന് ഇങ്ങനെ പിടിച്ചതാണ്. മിക്ക കുട്ടികളും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ. കിച്ചൺ സെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഒരു ലോകമാണ്. അവരെന്താ കളിക്കുക എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല അല്ലേ. കുറേ നേരം ഇങ്ങനെ എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് കളിച്ചോളും. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇതുപോലെ കുറച്ച് കുറച്ച് വലിയ വലിയ ടോയ്സാണ് കേട്ടോ. ഇത് ശ്രീകുട്ടൻ്റെ ചീട്ടുകളാണ്. ആ UNO ഉള്ള ചീട്ടുണ്ടല്ലോ, ഇതുകൊണ്ട് എന്തൊക്കെയോ ഇവർ കളിക്കുന്നത് കാണാം. കുറേ നേരം ഇരുന്ന് കളിക്കുന്നത് കാണാം. പിന്നെ ആ ഒരു വലിയ ബാസ്ക്കറ്റിൽ അതാണ് ബോളും പിന്നെ ബാറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. എല്ലാം കളിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ തന്നെ ഇട്ട് വെക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഓരോരോ ഓർഗനൈസർ ഇങ്ങനെ കൊടുത്തതുകൊണ്ട് അതിൽ തന്നെ അവർ കളക്ട് ചെയ്ത് വെച്ചോളും. പിന്നെ ഇതൊക്കെ പണ്ടേ വാങ്ങിയതാണ് കേട്ടോ. ഒരു ചെണ്ടയൊക്കെ പണ്ടേ ശ്രീകുട്ടിയൊക്കെ ചെറിയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഇതണക്കത്തെ ബാറ്റും അങ്ങനത്തെയുള്ള അതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതും കുറച്ച് പഴയ ഒരു ഫോണാണ്. ശ്രീകുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതൊക്കെ ശ്രീകുട്ടൻ ചെറിയ കുഞ്ഞപ്പോൾ വാങ്ങിയ ഒരു കാറാണ് കേട്ടോ. അതിപ്പോഴും അവൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു ഏറ്റവും ലാസ്റ്റ് വാങ്ങിയ ഒരു ടോയ് ആണ് കേട്ടോ. ഇതൊരു ഗണ്ണാണ്. അപ്പോൾ ശ്രീകുട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് നിനക്ക് ഏറ്റവും ലാസ്റ്റ് വാങ്ങിത്തരുന്ന ഒരു കളിപ്പാട്ടം എന്ന് പറയുന്നത്. ഇനി നിനക്ക് കളിപ്പാട്ടം ഇല്ല, കളിപ്പാട്ടം കൊണ്ട് കളിക്കേണ്ട പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പം പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അത് ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ശ്രീകുട്ടിയുടെ ഡോൾ കളക്ഷൻസാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലുള്ള ടെഡി ബിയറും പാവകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഒരു ടോയ് കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ബബിൾസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇതുപോലെയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടി. ഇപ്പോൾ ഫാൻ ഇട്ടതുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോവാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീകുട്ടി കുറേ നേരം അതുകൊണ്ട് കളിച്ചോളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലിക്വിഡും കൂടിയും കിട്ടും. അപ്പോൾ അതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് ഇങ്ങനെ വരും. അത് ഇങ്ങനെ കുറേ നേരം അതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടുന്നുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ബബിൾസൊക്കെ ടൈൽസിൽ വന്ന് വീണ് കുറച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു വഴുതൽ പോലെ ഉണ്ടാവും. ആ ഒരു പ്രശ്നം കൊണ്ട് ഞാനത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആക്കാൻ സമ്മതിക്കില്ല, പുറത്തുനിന്ന് മാത്രമേ ആക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീകുട്ടൻ്റെയും ശ്രീകുട്ടിയുടെയും ഇന്നത്തെ വീഡിയോയിൽ അവരുടെ ആ ഒരു ടോയ് കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.